റിയലി ടേസ്റ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പാസ്തയാണ്. വെറും പാസ്തയല്ല, പാലക്കും മഷ്റൂമും ചേർന്നൊരു പാസ്തയാണ്. ഏത് സമയത്തും ഉച്ചയ്ക്കോ വൈകിട്ടോ കഴിക്കാവുന്ന ഒരു ഫുൾ മീലാണെന്ന് പറയാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പാലക്ക്, പാസ്ത, മഷ്റൂം, പാല്, ഒലിവ് ഓയിൽ, ഒറിഗാനോ, ലൈം ജ്യൂസ്, പെപ്പർ പൗഡർ, മൈദ, ബട്ടർ, വെജിറ്റബിൾ സ്റ്റോക്ക്, ഉപ്പ്, വെള്ളം. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഈ പാസ്ത ഞാനൊരു 400 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. പെന്ന പാസ്തയാണ്. അത് നമുക്കൊന്ന് വേവിക്കണം. അടുപ്പ് കത്തിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. വെള്ളം ചൂടായിട്ട് ഉപ്പിടണം. അത് കഴിഞ്ഞ് ആണ് പാസ്ത ചേർക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഈ പാലക്കും ഒന്ന് ബ്ലാഞ്ച് ചെയ്യണം. അതിന് നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം ഇതിലേക്ക്. നാനൂറ് ഗ്രാം പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പാസ്ത അങ്ങോട്ട് ഇടാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും പാസ്ത. അതുപോലെ തന്നെ ഈ പാസ്തയുടെ വേവ് വളരെ പ്രധാനമാണ്. സോഫ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് ഫ്രെയിമും ആയിരിക്കണം. ഇങ്ങനെ ഞെക്കുമ്പോൾ ഫ്രെയിമായിട്ടും ഇരിക്കണം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പാലക്കൊന്ന് ബ്ലാഞ്ച് ചെയ്യണം. പാലക്ക് എപ്പോഴും ബ്ലാഞ്ച് ചെയ്യുമ്പം തുറന്നു വെച്ച് ബ്ലാഞ്ച് ചെയ്യണം. എന്തെന്നാൽ ഈ പാലക്കിലുള്ള വോളറ്റൈൽ ആസിഡ്സൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കരുത്. ഇത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ പാലക്ക് 200 ഗ്രാംസ് ഉണ്ട്. അത് ഇതിലിട്ടിട്ട് ഒന്ന് ബ്ലാഞ്ച് ചെയ്യണം. പാസ്ത ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലേ അത് അടിയിൽ പിടിക്കും. വേവായോ എന്ന് ഇടയ്ക്ക് നോക്കണം. സോഫ്റ്റ് ആയിരിക്കണം, എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഫേമായിട്ട് വരണം തന്നെ. പാലക്കായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് കോരി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം പോയ ശേഷം തണുക്കണം. എന്നിട്ട് ഇത് അരച്ചെടുക്കണം. ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. പാസ്ത വെന്തെന്ന് തോന്നുന്നു. സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കുമ്പം അകത്ത് ഒരു ഫേമായിട്ടിരിക്കണം. പാസ്ത വെന്തിട്ടുണ്ട്. നമുക്ക് അത് കോരി എടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ത നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഷേപ്പിലുള്ള പാസ്തയ്ക്കാണ് പെന്ന പാസ്ത എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പാസ്ത വീട്ടിൽ തയ്യാറാക്കാൻ ചെയ്യാം. വേറെ ഒരു എപ്പിസോഡിൽ ഞാൻ തയ്യാറാക്കി കാണിച്ചതാണ്.
വെള്ളം പോകണം. ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് സോട്ട് ചെയ്യണം. നമ്മൾ പാസ്ത വേവിച്ച് വെച്ചു, പാലക്ക് ബ്ലാഞ്ച് ചെയ്തും വെച്ചു. ഇന്ന് ഇത് അടുപ്പ് ചൂടാക്കിയിട്ട് ഒലിവ് ഓയിലാണ് ഇത് 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിക്കണം. ഇതിലേക്ക് ഇത് മഷ്റൂം ഞാൻ വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ മുക്കി വെച്ചിട്ട് എടുത്തതാണ്. അത് എന്നിട്ട് ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തു. ബട്ടൺ മഷ്റൂമാണിത്. മറ്റു മഷ്റൂം ആണെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അത് ഇതിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഒലിവ് ഓയിലിൽ കിടന്ന് നല്ലപോലെ സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂണും 1 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസും ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത് 300 ml വെജിറ്റബിൾ സ്റ്റോക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അത് ഒഴിക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് വേകണം. ആ സമയത്ത് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ പാലക്ക് അരച്ചെടുക്കാനും ഉണ്ട്. ഈ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഇത് 50 ഗ്രാം ബട്ടറാണ്, ഞാൻ അളന്ന് വെച്ചിരുന്നതാണ്. ഇതിൽ ഉണ്ടാക്കുന്ന വൈറ്റ് സോസിന് 50 ഗ്രാം ബട്ടറും 50 ഗ്രാം മൈദയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ പാലും. ബട്ടർ ഉരുകിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് തീയിൽ നിന്ന് മാറ്റിയിട്ടാണേലും ഇത് മൈദയാണ്, 50 ഗ്രാം മൈദ അത് ചേർക്കുക. വീണ്ടും അടുപ്പിലൊന്ന് വയ്ക്കണം. കട്ട കെട്ടരുത്. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പം ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചെറു തീയിൽ വേണം. മൈദയൊന്ന് വെന്ത് കിട്ടണം. ഇത് 50 ഗ്രാം ബട്ടർ അതിന് ഉരുക്കിയ ശേഷം 50 ഗ്രാം മൈദ ചേർത്ത് മൈദ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ടറിൽ കിടന്ന്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ബട്ടറിലല്ലേ. തീ കുറച്ച് വെച്ചിട്ട് ഈ പാല്, ഇത് 1/2 ലിറ്റർ പാലാണ്, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കട്ട കിട്ടാതെ മാറ്റി വെച്ചിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ പാല് ഒഴിച്ചു കൊടുക്കണം. പാല് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. മൈദയെല്ലാം ഇതിൽ ഡിസോൾവ് ആകണം. എന്നിട്ട് വീണ്ടും നമ്മൾ അടുപ്പിൽ വയ്ക്കും.
എന്നിട്ട് ഇത് കുറുകി ഒരു സോസിൻ്റെ പാകത്തിനാകും. വീണ്ടും അടുപ്പിൽ വെച്ച് ചെറുതീയിൽ ഇളക്കണം. മൈദ ഇടുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും അടുപ്പിൽ വയ്ക്കണം. മൈദ വേകണം. അത് കഴിഞ്ഞാണ് നമ്മൾ പാലൊഴിക്കുന്നത്. സോസ് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. സോസിൻ്റെ പാകമായിട്ടുണ്ട്. മഷ്റൂം പകുതി വെള്ളം കുറുകി വറ്റിയിട്ടുണ്ട്. അത് തീ കുറച്ച് വെക്കുക. മഷ്റൂമിലേക്ക് അല്പം പെപ്പർ പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ ഈ വൈറ്റ് സോസിലും പെപ്പർ പൗഡർ ചേർക്കണം. വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇത് ഈ പാസ്തയും പാലക്കും എല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്താലും കുഴപ്പമില്ല. ഇതാണ് സോസിൻ്റെ പാകം. ഇത് ഓഫ് ചെയ്തിട്ട് ഒക്കെ എടുത്ത് ഇതിലേക്ക് വെക്കാം. എന്നിട്ട് ഈ സോസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അരച്ചു വെച്ചിരിക്കുന്ന ഈ പാലക്കും ചേർക്കുക. ഒന്ന് ഇളക്കണം. തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിട്ടില്ലേ പാസ്ത, അത് ഇതിലേക്ക് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഇനി ഉപ്പ് പോരെങ്കിൽ ഉപ്പും പെപ്പർ പൗഡറും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം. നല്ല ഫുള്ളായിട്ട് കഴിക്കാവുന്ന ഒരു മീലാണിത്. ഇതിൽ പാലക്കുണ്ട്, മഷ്റൂമുണ്ട്, പിന്നെ പാലുണ്ട്, ബട്ടറുണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പാസ്തയുണ്ട്. ഈ എപ്പിസോഡിൽ ഒരു പിക്കിൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. സ്വീറ്റ് ഒരു മാംഗ്ലൂരിയൻ സ്റ്റൈലിലാണ്. മാംഗ്ലൂർ സ്വീറ്റ് മാംഗോ പിക്കിൾ. പാലക് മഷ്റൂം പാസ്ത. ചേരുവകൾ: പാസ്ത 400 ഗ്രാം, പാലക് 200 ഗ്രാം, മഷ്റൂം 200 ഗ്രാം, വെജിറ്റബിൾ സ്റ്റോക്ക് 300 മില്ലി, ഒറിഗാനോ 1/2 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ബട്ടർ 50 ഗ്രാം, മൈദ 50 ഗ്രാം, പാൽ 1/2 ലിറ്റർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഒലീവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, വെള്ളം പാകത്തിന്, ഉപ്പ് പാകത്തിന്. പാകം ചെയ്യുന്ന വിധം: വെള്ളം തിളപ്പിച്ച് ഉപ്പ് ചേർത്ത ശേഷം പാസ്തയിട്ട് വേവിച്ചെടുത്ത്
ഒലിവ് ഓയിൽ ചേർത്ത് ടോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കണം. എന്നിട്ട് പാലക് വെള്ളത്തിൽ തിളപ്പിച്ച് വാട്ടിയെടുത്ത് കോരി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടപ്പത്ത് വെച്ച് ഓയിൽ ചൂടാക്കി മഷ്റൂം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒറിഗാനോ, നാരങ്ങനീര്, വെജിറ്റബിൾ സ്റ്റോക്ക് ഇവ ചേർത്ത് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം. ഒരു പാനിൽ ബട്ടർ ചൂടാക്കി മൈദ ചേർത്ത് യോജിപ്പിച്ച ശേഷം പാലും ചേർത്ത് ഇളക്കി കുറുകിയെടുത്താൽ സോസ് തയ്യാറായി. ഇതോടൊപ്പം വാട്ടിവെച്ച പാലക് അരച്ചെടുക്കുകയും വേണം. എന്നിട്ട് മഷ്റൂം വേവിച്ചതിലേക്ക് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസും പാലക് അരച്ചതും വേവിച്ച പാസ്തയും ചേർത്ത് യോജിപ്പിച്ച ശേഷം ഒന്നുകൂടി ചൂടാക്കി ചെറു ചൂടോടെ വിളമ്പാവുന്നതാണ്. ഈ എപ്പിസോഡിൽ ഞാനൊരു പിക്കിൾ കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മാംഗ്ലൂരിയൻ സ്വീറ്റ് മാംഗോ പിക്കിൾ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇത് 2 പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കടുക് പരിപ്പ് പൊടിച്ചത്, പിന്നെ വിനാഗിരി, ഉപ്പ്, പഞ്ചസാര, വെളുത്തുള്ളി 8 അല്ലി ചതച്ചത്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇത് 2 പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, മീഡിയം സൈസിലുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കണം. 2 ടീസ്പൂണ് മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ 2 ടീസ്പൂൺ ചേർത്താൽ പാകത്തിനുള്ളത്. 1 ടീസ്പൂണ് മഞ്ഞൾ പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരി, പാകത്തിന് ഉപ്പ്. അല്പം ഉപ്പ് നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചിട്ട് അടുപ്പ് കത്തിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മാങ്ങയിലുള്ള വെള്ളമെല്ലാം വന്ന് ഇത് വെന്ത് കിട്ടും. വെള്ളം വറ്റണം. ഇങ്ങനെ മാങ്ങ ഗ്രേറ്റ് ചെയ്തില്ലെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയിട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി ചേർത്ത് അരച്ചെടുത്താലും മതി മിക്സിയിൽ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേകണം. കുറേ ദിവസങ്ങൾ ഇരിക്കുന്ന ഒരു പിക്കിളാണ്. പിന്നെ തയ്യാറാക്കിയിട്ട് ഇതിൽ കാരണം തന്നെ കടുക് പരിപ്പ് ചേർക്കുന്നുണ്ട്, വിനാഗിരി ചേർക്കുന്നുണ്ട്, പിന്നെ ഉപ്പുമുണ്ട്. വിനാഗിരി ഒരു പ്രിസർവേറ്റീവ് അല്ലേ. ഈ മാങ്ങോ വെന്ത് കിട്ടുന്നുമുണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ. എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാതെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ചേർക്കണം. തീ കുറച്ച് വെക്കണം. പിന്നെ ഇത് വെളുത്തുള്ളി ഏകദേശം 8 അല്ലിയോളം എടുത്ത് ഞാൻ ചതച്ചതാണ്, അതും ചേർത്തു. പിന്നെ കടുക് പരിപ്പ്, അതും ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ മതി. ഓഫ് ചെയ്യാം. അങ്ങനെ സ്വീറ്റ്
മാംഗോ പിക്കിളും റെഡി ആയിട്ടുണ്ട്. മാംഗ്ലൂരിയൻ സ്വീറ്റ് മാംഗോ പിക്കിൾ. ചേരുവകൾ: മാങ്ങ 2 എണ്ണം, മുളകുപൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 8 അല്ലി, കടുകുപൊടി 1 ടീസ്പൂൺ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. പാകം ചെയ്യുന്ന വിധം: ഗ്രേറ്റ് ചെയ്ത മാങ്ങയിലേക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ വെള്ളം വറ്റുന്നതുവരെ വേവിച്ചെടുക്കണം. എന്നിട്ട് പഞ്ചസാര, വെളുത്തുള്ളി ചതച്ചത്, കടുക് പൊടിച്ചത് ഇവ ചേർത്ത് യോജിപ്പിച്ച് ഒന്നുകൂടി ചൂടാക്കി വാങ്ങി വിളമ്പാവുന്നതാണ്. ഈ എപ്പിസോഡിൽ ഞാൻ 2 ഡിഷസാണ് തയ്യാറാക്കിയത്. ആദ്യം തയ്യാറാക്കിയത് പാലക് മഷ്റൂം പാസ്തയാണ്. പിന്നെ തയ്യാറാക്കിയത് ഒരു സ്വീറ്റ് പിക്കിളാണ്, മാംഗ്ലൂരിയൻ സ്റ്റൈലിൽ. തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. തയ്യാറാക്കി നോക്കുക. കഴിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, റിയലി ടേസ്റ്റി, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ ഇമെയിൽ ID reallytasty@jeevan.tv. അടുത്തയാഴ്ച മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.